അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസും, അതായത് നമ്മുടെ കേരളത്തിന് പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നു. എല്ലാവരും രാവിലെ ജോലിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. രാവിലെ പോയി പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ വീട്ടിലെ ഒരു വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും ഒരു കുടുംബം മുഴുവനും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവർക്ക് അതിനുള്ള സാലറി കിട്ടുന്നില്ല. സാലറി കിട്ടാതെ ഒരു മാസം ആകുമ്പോൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ പിന്നത്തേക്ക് നീട്ടി വെക്കുന്നു. അതിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ ഇപ്പം ഇങ്ങനെ KSRTCയുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തെ ശമ്പളം പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഒടുക്കം ഒരു ഡിപ്രഷൻ അടിച്ച് അവരുടെ മാനസിക നില, ഇപ്പോൾ വീട്ടിൽ ചോദിക്കും എന്താ സാലറി കിട്ടാത്തത്. നമ്മൾ ജോലിക്ക് വരുന്നുണ്ട്, നമുക്കൊരു ജോലിക്ക് വരണമെങ്കിൽ തന്നെ വാഹനങ്ങൾക്ക് വണ്ടിക്കൂലി വേണം, നമ്മുടെ ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണം. അങ്ങനെയുള്ളപ്പോൾ സാലറി കിട്ടാതെ വരാൻ നേരത്ത് അതൊരു ലാസ്റ്റ് വീട്ടുകാരുടെ ചോദ്യം വരും. നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാവരും നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ലേ? ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് എത്രയാ സാലറി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലോട്ട് കാലഘട്ടം മാറി. അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ലേ, സാലറി കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ വളരെ തുച്ഛമായ സാലറിയാണ് ഒന്നാമത്തെ കാര്യം. കേരളത്തിൽ നമുക്ക് ഓരോ എംപ്ലോയീസിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് വളരെ 10,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ 6,000 രൂപ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് ഒരാൾക്ക് കിട്ടുന്ന സാലറി. എന്നിട്ട് അതും കൊടുക്കാതെ വരുമ്പോൾ പിന്നെ വേറൊരു മാർഗ്ഗമില്ല, ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അത്തരത്തിലൊരു കേസ് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. ഒരു ടീച്ചർ, അധ്യാപിക ആത്മഹത്യ ചെയ്തത്. 5 വർഷത്തോളം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അതിനൊരു റിസൾട്ടും ഇല്ല. എന്താ കയ്യിലോട്ടൊന്നും കിട്ടും. 5 വർഷം നമ്മൾ ജോലി ചെയ്തതിൻ്റെത്, നമ്മൾ പഠിച്ചതിൻ്റെ ആ സമയത്ത് നമ്മൾ മുടക്കിയ പൈസയൊക്കെ എല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മാന്യമായ രീതിക്ക് ഒരു സാലറി കിട്ടിക്കൊണ്ടിരിക്കുവാണെങ്കിലോ ഈ 5 വർഷം, അതും പ്രൈവറ്റ് കോളേജിലെ ജോലി ചെയ്തിരുന്നത്, അത് പൈസ കെട്ടി വെച്ചിട്ട് കയറിയിട്ട് നമുക്കൊരു 5 പൈസ പോലും നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബം, മിക്കവാറും എല്ലാ കുടുംബത്തിലും ചിലപ്പോൾ ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥ് 2 പേരുണ്ടാവും. പക്ഷെ അതിലൊരാൾ മാത്രമായിരിക്കും ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവുക. ആ ജോലിക്ക് പോകുന്ന ഒരാളുടെ അവസ്ഥയാണ് ഇങ്ങനെയെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ പിന്നെ നമുക്ക് ചിന്തിക്കാനില്ല. കാരണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വരെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സർക്കാരാണെങ്കിൽ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് ഈ നികുതി പിരിക്കുന്നത്. ഈ പിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ. നമുക്ക് ജോലി ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷെ ജോലി ചെയ്തിട്ടും പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു എംപ്ലോയീസാണ്. നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് വേണ്ട സമയത്ത് ക്യാഷ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു കുടുംബനാഥ അങ്ങനെ ഒരു സ്റ്റേജിലല്ലെങ്കിലും നമുക്ക് മനസ്സിലാവും നമ്മുടെ വീടുകളിലൊക്കെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. ഓരോ മാസം എത്ര രൂപ ചിലവാകുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതി ബില്ലാണെങ്കിൽ വാട്ടർ ബില്ല്, അങ്ങനെ ഒരുപാട് ബില്ലുണ്ട്, ഗ്യാസ്, എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതും ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ആണെങ്കിലും ചെലവുകൾ, നിത്യോപയോഗ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാനസികപരമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൂടെ നമുക്ക് വരുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും നമുക്ക് തരുന്ന സ്ട്രെസ്സ്, വർക്ക് പ്രഷർ, ഇതൊക്കെ കൂടെ നോക്കുമ്പോൾ വല്ല രോഗമാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാം. പക്ഷേ ഈ മാനസികപരമായിട്ടുള്ള ഒരു പിരിമുറുക്കത്തിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും നമുക്ക് ചിലപ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് പോകുന്ന സമയമായിരിക്കും. മിക്കവാറും ആ സമയത്തും എന്തെങ്കിലുമൊക്കെ ജോലികൾ വീട്ടിൽ പോയി ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും സമയം വൈകി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കി ജോലീന് വീട്ടിൽ പോയി ചെയ്യാം. അന്നേരത്തായിരിക്കും നമുക്ക് ഉറങ്ങാനും കൂടെ പറ്റുന്നുണ്ടാവില്ല. ഏറ്റവും കുറച്ച് സമയം മാത്രമേ നമ്മൾ ഉറങ്ങുന്നുണ്ട്. ഭക്ഷണം, അതുപോലെ വെള്ളം, ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യ ഘടകങ്ങൾ പോലും നമ്മൾ ഈ ജോലിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടും ഒരു ഉപകാരം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജോലി ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഒരു PSC കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാവണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളമാണെങ്കിലും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ജോലി വേണം. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്നത്. ആ 24 മണിക്കൂറിൽ നമ്മളൊരു 15 മണിക്കൂർ 16 മണിക്കൂർ തന്നെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥാപനങ്ങളിലും ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോലിക്ക് എടുക്കുന്നത്. ജോലിക്ക് ഇന്റർവ്യൂസിന് എടുക്കുന്ന സമയത്ത് അവർ കുറച്ച് റൂൾസ് പറയും, നിന്റെ ജോലി ഇതാണ്, നീ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കവിടെ യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ള രീതിക്ക് ഒരു സ്ഥാപനത്തിലോട്ട് നമ്മളെ കയറ്റും. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്യുന്ന ജോലികൾ അത് തന്നെ ആവണമെന്നില്ല. ഓരോ സ്ഥാപനങ്ങളിൽ 6 മാസം വരെയാണ് ട്രെയിനിങ് പീരീഡ്. ഈ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ എത്ര പെർഫോം ചെയ്താലും, നമ്മൾ എന്തൊക്കെ ആ കമ്പനിക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പൈസ പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഒരു തരത്തിലുള്ള ബെനിഫിറ്റും നമുക്കില്ല. പക്ഷെ ചെലവുകൾ ഉണ്ട് താനും. അതാണ് ചെലവുകളുണ്ട്.
മാത്രമല്ല നമ്മൾ ഈ ചെയ്തതിന്റെ യാതൊരു വിധത്തിലുള്ള പരിഗണനകളോ നമുക്കൊരു സന്തോഷം തരുന്ന രീതിക്ക് ഒന്നും അവിടെ നിന്ന് കിട്ടത്തില്ല. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കുറ്റപ്പെടുത്തലുകളായിരിക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗവും കിട്ടുന്നത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ കയറാൻ നേരത്ത് ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും ആ പ്രൊഫഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നീ ഇന്ന ജോലികളാണ്, ഇപ്പോൾ ടീച്ചറാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ചിലപ്പോൾ അവർ ചെയ്യേണ്ടത് അവർക്ക് ഹെഡോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊണ്ട് വെള്ളം കൊടുക്കുക, ജ്യൂസ് കൊടുക്കുക, അവരുടെ റൂം വരെയും ക്ലീൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. രണ്ട് ദിവസം മുമ്പ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് വരെ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന നിലയ്ക്കാണ് അവരെയും കൊണ്ട് ജോലി അല്ലാത്ത നമ്മളെ ഇത്തരത്തിലുള്ള കുറെ പണിഷ്മെന്റ് പോലെയുള്ള രീതിയിലുള്ള ജോലികൾ കൊടുക്കുന്നത്. അതൊന്നും നല്ല രീതിയിലുള്ള ഒരു തീരുമാനമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ അലീന എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ടീച്ചർ 5 വർഷമാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലോട്ട് കയറി ചെല്ലുന്നതിന് മുമ്പ് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം. അതിനെന്തായാലും നമുക്ക് നമ്മളെ വീട്ടിൽ വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ അന്നത്തെ രാത്രി മുഴുവൻ നമ്മൾ എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതും ഒരു ക്ലാസ്സിൽ മാത്രമായിരിക്കില്ല ആ ടീച്ചറിൻ്റെ ഡ്യൂട്ടി. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ആ ടീച്ചർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരും. ഇത് രണ്ട് സിലബസാണ്. ഇതിന് പ്രിപ്പറേഷൻസും വേണം. 10 അവർ ഉണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ 10 അവറിലും ഇവർ ഓരോ ക്ലാസ് റൂമിലായിട്ട് മാറി മാറി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ശബ്ദം ഇങ്ങനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചേഴ്സ് അവരവരുടെ വോയിസ് പറഞ്ഞു കൊടുക്കണം. മിണ്ടാതെ അവരൊരു ക്ലാസ് റൂമിൽ പോയി നിന്നുകൊണ്ട് ഒരിക്കലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പിള്ളേർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ടീച്ചറിന്റെ മുഖത്ത് നോക്കിയിട്ട് ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചറിന്റെ വായിലുള്ളത് എന്താണോ അത് പറയണം, അല്ലെങ്കിൽ ടീച്ചറിന്റെ കൈകൾ കൊണ്ട് ടീച്ചർ എഴുതണം, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസിലൂടെ ആണെങ്കിൽ കൂടി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ആക്ഷൻ സോങ്ങിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഈ കോളേജ് അധ്യാപകർ വരെ ഓരോ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണെങ്കിലും തിയറി ആണെങ്കിലും എല്ലാം അവരൊരു എഫേർട്ട് ഇടുന്നുണ്ട്. അവർ തലേദിവസം അവരുടെ വർക്കിന് ശേഷം വീട്ടിൽ ചെന്നിട്ട് അവരെടുക്കുന്ന ഒരു പ്രിപ്പറേഷന്റെ ബാലൻസ് ആണ് നമുക്ക് പിറ്റേ ദിവസം കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി ആ ടീച്ചർ പഠിപ്പിക്കുന്നില്ലെന്ന് പോയി കംപ്ലൈന്റ് ചെയ്യും. ആ ടീച്ചർ അതിനൊരു പ്രിപ്പറേഷൻ എടുത്തെങ്കിലേ ആ ടീച്ചർക്കാണെങ്കിലും വന്നൊരു കോൺഫിഡൻറ്റോട് കൂടി ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടും കിട്ടുന്നത് ഒന്നുമല്ല, ഒരു പ്രതിഫലവും ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തുച്ഛമായ വേതനം പോലും ഒരു സ്ഥാപനത്തിലും ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നില്ല. ചിലയിടത്ത് തുച്ഛമായ വേതനം കൊടുക്കുന്നു, എന്നിട്ട് കൂടുതൽ പണിഷ്മെന്റ്സോ അല്ലെങ്കിൽ ഫൈന് എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങളോ, ഒരു ടീച്ചർ കുറച്ച് ലേറ്റ് ആവുക, ഇപ്പോൾ പല സാഹചര്യങ്ങൾ പേഴ്സണലി പലർക്കും പല കാര്യങ്ങൾ വരുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഒരു സമയത്തായിരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് ഒരു മരണമോ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് നമ്മൾ ലേറ്റ് ആയി നോക്കും. പഞ്ചിങ് എന്ന് പറയുന്ന സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. നമ്മളൊരു കുറച്ച് സമയം 1-2 മിനിറ്റ് 15 മിനിറ്റ് അങ്ങ് പോയാൽ ചിലപ്പോൾ ആ 15 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അതിന്റെ അത്രയും കൂട്ടിയെടുക്കാൻ ബാലൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ അത് നമ്മുടെ സാലറിയിൽ നോക്കത്തില്ല. നമ്മൾ കയറുന്നത് മാത്രമേ കയറുന്നത് കൃത്യസമയത്ത് തന്നെ കയറണം. ഇറങ്ങുന്നത് നിങ്ങൾ മണിക്കൂറുകൾ എടുത്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിക്ക് കാണുന്നുണ്ട്. അതൊക്കെ ഒരു ന്യായമായിട്ടുള്ളൊരു മാന്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം സാഹചര്യവും സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മനുഷ്യരാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറാം. ചിലപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് സമയത്ത് കയറണം എന്നുള്ള രീതിക്കല്ലേ പോരുന്നത്. പോരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഡിലേ ആവും. ചിലപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഓഫീസിൽ എത്താനും പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസം ഓഫീസിൽ എത്താത്തതിന്റെ പേരിൽ ആളുടെ ജോലി തന്നെ കളയേണ്ടത്. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ നിരന്തരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക സമ്മർദ്ദം തന്നെയാണ്. ഓരോ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും പെട്ടെന്ന് കിട്ടുന്നത് വലിയൊരു പ്രഷറാണ് ഒരു ജോലിയിലോട്ട് ചെന്ന് കയറുമ്പോൾ. അത്തരത്തിൽ ഒരുപാട് പ്രഷർ അനുഭവിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു 20 വയസ്സുള്ളവർക്ക് വരെ ഹൃദയാഘാതങ്ങൾ ഉണ്ടാവുന്നു, മാനസിക സമ്മർദ്ദം കൂടിയിട്ട്. ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്നു, ജിമ്മിൽ പോയ ഒരു പയ്യൻ, 20 വയസ്സുള്ള ഒരു പയ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായി മരിച്ചു. അതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു 99% ഇത് തന്നെയാണ് കാരണം, മാനസിക പിരിമുറുക്കം. ആ മാനസിക പിരിമുറുക്കം വരുന്നതിലെ ഒരു പ്രധാന പങ്ക് നമ്മുടെ ഓഫീസിലെ വർക്ക്. ഇപ്പൊ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതെ, ഇപ്പോൾ
കാരണം അത്രമാത്രമാണ് ഈ മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് എന്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ഈ മാനസികപരമായിട്ടുള്ളതിന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ഓഫീസുകളിലാണെങ്കിലും കൃത്യമായ ഒരു ടൈമിംഗ് വേണം. അതിന് ഇത്ര സമയം വർക്കിംഗ്, ഇത്ര സമയം റെസ്റ്റ് എടുക്കാൻ എന്നുള്ളൊരു സമയമുണ്ടല്ലോ, ഒരു പീരീഡ്. ചിലപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു സമയക്രമം ഇല്ലാത്തത് കൂടുതലായിട്ടും. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകളൊക്കെ സംബന്ധിച്ചിടത്തോളാണ് ഈ ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമെങ്കിലും ഉണ്ട്. ഇത്ര സമയം ലഞ്ച് ബ്രേക്ക്, അല്ലെങ്കിൽ ഇത്ര സമയം ഇൻ്റർവെല്ല്, അങ്ങനെ കുറച്ച് സമയമെങ്കിലും കിട്ടുന്നുണ്ട് റിലാക്സ് ചെയ്യാൻ. പക്ഷെ അവിടെ കുട്ടികൾക്കാണ് റിലാക്സേഷൻ കിട്ടുന്നത്, അധ്യാപകർക്ക് അവിടെ റിലാക്സേഷൻ ഉണ്ടാവില്ല. ആ സമയത്തും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജോലികളോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത് ഭയങ്കര പ്രഷർ കൊടുക്കുന്നത് കൊണ്ട്. നമുക്കറിയില്ല ഓരോ സ്ഥാപനത്തിലും എങ്ങനെയാണ് അവിടെ ഉള്ളവർ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ കൈക്കൂലികളുടെ കാര്യമൊക്കെ ഇപ്പോൾ വരുന്ന കുറച്ച് കേസുകൾ അങ്ങനെയാണ്. കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാലറി ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൈക്കൂലി വാങ്ങാതെ വേറെ വഴിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിന് കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. പക്ഷെ കിട്ടുന്നവർക്ക് സാലറിയും കൈക്കൂലിയും എല്ലാം കിട്ടുന്നുണ്ട്. മേലുദ്യോഗസ്ഥർ ഓരോരുത്തരുടെയും പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ നിയമങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സാധാരണക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുക, അതിനപ്പുറത്തേക്കുള്ള പ്രശ്നം ആരും നോക്കുന്നില്ല. ഇവർക്ക് സാലറി കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അലവൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് എങ്ങനെയാണ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വർക്കിംഗ് ടൈം ഇപ്പോൾ കുറച്ച് ഓവർ വർക്കിംഗ് ടൈം ആണെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻസെൻറ്റീവ് കിട്ടണം. നമുക്ക് പറഞ്ഞ ജോലിയിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അലവൻസ് നമുക്ക് കിട്ടണം. അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും പറയാവുന്ന കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, ആർക്കും കിട്ടുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ട്രെയിനിങ് പീരിയഡിന് അപ്പുറത്തേക്കൊരു ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞു ഇനി സ്ഥിരപ്പെടുക എന്ന് പറയുമ്പോഴും നമുക്കൊരു തുച്ഛമായ വരുമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോഴും കമ്പനിക്കാണ് ലാഭം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ സ്കൂളിനാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ്. താൽക്കാലികമായിട്ട് ഒരുപാട് അധ്യാപകർ നിയമിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ തന്നെ. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്നു? കാരണം PSC ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ എത്രയോ പേര് ഇപ്പോഴും കിടക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റിൽ ജോലി ലഭിക്കാതെ. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കൂടുന്നത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് PSC എക്സാമൊക്കെ എഴുതി എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കറക്റ്റ് സമയത്ത് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ്? നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ അതിന് മാത്രം തെറ്റ് കാണുക. ശമ്പളം വൈകിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, തെറ്റായ രീതിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ പാടില്ല. നമ്മൾ അതിനെതിരെ കണ്ണടയ്ക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. എംപ്ലോയീസിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മറുപടികൾക്ക് അവിടെ വിലയില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എംപ്ലോയീസിൻ്റെ ഇടയിൽ. അതൊക്കെ എടുത്ത് പറയണം. 8 മണിക്കൂറാണ് ജോലി സമയം. അത് 10, 12, 15 മണിക്കൂറും ചെയ്തിട്ട് യാതൊരു വിലയില്ലാതെ അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ശരിക്കും തോന്നുന്നു നമ്മൾ സംസാരിച്ചത്. ഇതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടൊരു നല്ലൊരു നടപടികൾ, അതായത് ഇത്തരത്തിലുള്ള റൂൾസ് കൃത്യമായിരിക്കുക. 8 മണിക്കൂർ ജോലിയെങ്കിൽ ആ 8 മണിക്കൂർ കൃത്യമായിട്ട് ജോലി ചെയ്ത് അതിന് ചെയ്യുന്ന വർക്കിനുള്ള സാലറി കൊടുക്കുക, മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഒരു സ്ഥാപനത്തിൽ ഒരു എംപ്ലോയിക്ക് ഇത്ര രൂപ കൊടുക്കണം എന്നുള്ള നിയമമുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ ചിലപ്പോൾ ഒരാൾക്ക് 10,000 രൂപ എന്നുള്ളതായിരിക്കും മിനിമം സാലറി, 10,000. പക്ഷെ അതിന് താഴെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൂടെ ആക്റ്റും കാര്യങ്ങളും നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവരിപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയണം, നമുക്ക് കുറവാണ് സാലറി കിട്ടുന്നതെങ്കിൽ നമ്മൾ പക്ഷേ പറയണം ഇവിടെ ഇത്ര മുതൽ മിനിമം സാലറി 10,000 രൂപ മുതലാണ് കിട്ടുന്നത് ഇത് നമ്മൾ പറയണം. കാരണം എന്തുകൊണ്ട്? നമ്മൾ ആ സ്ഥാപനത്തിന് സംരക്ഷിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം പലരുടെയും നിവർത്തികേട് കൊണ്ടാണ് പല കേസുകളും പുറത്തു വരാത്തത്. ഇങ്ങനെയുള്ള ആത്മഹത്യകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ KSRTCയുടെ കാര്യമാണെങ്കിലും എല്ലാവരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വരെ ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ട്. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അവർക്കും കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല. ഇതിന് ആർമിക്കാർ, അവർക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത്? അവരവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമുക്ക് കാവൽ നിൽക്കുന്നത്. എല്ലാത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അവരൊക്കെ ഓരോ മാസം കഴിഞ്ഞു കൂടുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് അവരൊക്കെ നിൽക്കുന്നത്. അവരവരുടെ ജീവിതവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല.
ഇതിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിലും പുറത്ത് പറയാൻ പാടില്ല. എംപ്ലോയീസ് എല്ലാം എന്താ പറയുക സാക്രിഫൈസ് ചെയ്യണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ കൂടി പോകുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും അവരനുഭവിക്കുന്ന ആ ഒരു അത് ഓരോ പ്രൊഫഷനും ഇന്ന പ്രൊഫഷൻ എന്നല്ല എല്ലാ പ്രൊഫഷനിലും അവരനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കം അത് അവസാനം ചെന്നെത്തിക്കുന്നത് ഒരു ആത്മഹത്യയിലേക്കാണ്. അപ്പോൾ ഇത് മാറ്റേണ്ടത് ശരിക്കും ഓരോ വ്യക്തികളും തീരുമാനിക്കണം. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അവരിത് കർശനമായിട്ട് അത് ഇങ്ങനെ ഒരു റൂള് വെക്കുക. മീൻസ് നിയമങ്ങൾ കൃത്യമാവുക. വെറുതെ കുറച്ച് നിയമങ്ങൾ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ള കാര്യം. അത് നിയമങ്ങൾ കർശനമാണെങ്കിൽ ആ രീതിക്ക് സ്ഥാപനങ്ങൾ അത് നടത്താൻ ശ്രമിക്കുമെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.